ഈ വ്യവസായത്തിൻ്റെ നിലനിൽക്കുന്ന അന്തരീക്ഷത്തെക്കുറിച്ച് ഉണ്ടാകുന്ന പൊതുചിത്രം ഒട്ടും പ്രോത്സാഹനജനകമല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇത്തരം പെരുമാറ്റ ശീലങ്ങളുള്ള ആളുകളുമായി സഹകരിച്ച് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹമായിട്ട് തുറന്ന് ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരവസരം കൂടി വേണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ നിങ്ങളോട് തുറന്ന് പറയുകയാണ്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരവസരം കൂടി വേണം എന്നുള്ളതാണ്. ഷൈൻ പ്രതിഭാധനനായ ആക്ടറാണ്, ചെറുപ്പക്കാരനാണ്. നമ്മൾ കുറ്റവാളികളെ കാണുന്നത് പോലെയല്ല ഇങ്ങനെയുള്ളവരെ കാണേണ്ടത്. ഇങ്ങനെ ഉള്ള ശീലങ്ങളിൽ അടിപ്പെട്ടു പോകുന്നവരെ അവർക്ക് തിരുത്താൻ ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് മാനുഷികമായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത്. പക്ഷേ ആ മാനുഷികമായിട്ടുള്ള നിലപാടിനെ ദൗർബല്യമായി വ്യാഖ്യാനിക്കേണ്ടതില്ല. കർക്കശമായ സമീപനമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത്. അദ്ദേഹത്തോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങൾ പരിഹരിച്ച് വന്നാൽ മാത്രമേ അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്ക് സഹകരിക്കാൻ സാധിക്കൂ. അത് പരിഹരിക്കും എന്നാണ് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ആ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് ഞങ്ങൾ യാത്ര അയച്ചിരിക്കുന്നത്. ആ ഉറപ്പ് അദ്ദേഹം പാലിച്ചാൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും നല്ലൊരു നടനെ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റും. പാലിച്ചില്ലെങ്കിൽ അത് ഞങ്ങൾക്കും അദ്ദേഹത്തിനും ഒരുപോലെ ദുഃഖകരമായ തീരുമാനങ്ങളിലായിരിക്കും അത് കലാശിക്കുക. ഇത് ഒരു ഷൈൻ ടോം ചാക്കോയിൽ ഒതുങ്ങുന്നില്ല എന്നും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്നത് ഒരു സിംറ്റം മാത്രമാണ്. ഒരുപാട് ആളുകളുണ്ട്. അതായത് മറ്റുള്ളവരുടെ സമയത്തിനും അധ്വാനത്തിനും ഒട്ടും വില കൽപ്പിക്കാത്ത ആളുകളുണ്ട്. അങ്ങനെ ഉള്ളവരെ കുറിച്ചിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരാതികൾ ഫെഫ്കയ്ക്കും നിർമ്മാതാക്കളുടെ അസോസിയേഷനും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരെ എല്ലാം വരുന്ന ദിവസങ്ങളിൽ നേരിട്ട് കാണാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള പരാതികളുള്ളവരെ നേരിട്ട് വിളിച്ചു വരുത്തുവാനും കാണുവാനും സംസാരിക്കുവാനുമാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ മാത്രമേ ഇവിടെ ഒരു ശുദ്ധീകരണം എന്ന വാക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ ഒരു തിരുത്തലെങ്കിലും ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്നു മുതൽ എല്ലാ ലൊക്കേഷനിലും ഞങ്ങളൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ദിസ് വർക്ക് സ്പേസ് ഈസ് ഡ്രഗ് ഫ്രീ എന്ന് പറയുന്ന ക്യാമ്പയിൻ. നാളെ മുതൽ നിങ്ങൾക്ക് അതിൻ്റെ വിഷ്വൽസ് കിട്ടിത്തുടങ്ങും. ഇന്ന് സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ അതുണ്ടായി. ജയസൂര്യ, മിഥുൻ മാനുവൽ നിർമ്മിക്കുന്ന ജയസൂര്യയുടെ ലൊക്കേഷനിൽ അത് ഉണ്ടായിട്ടുണ്ട്. എബ്രിഡ് ഷൈൻ്റെ ലൊക്കേഷനിൽ അത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ ലൊക്കേഷനിലാണ് ഉണ്ടായിരിക്കുന്നത്? ആസിഫ് അലിയുടെ ലൊക്കേഷനിൽ ഇന്നിപ്പോൾ വൈകുന്നേരം അതുണ്ടാവും. അതിൻ്റെ ചിത്രങ്ങളെല്ലാം നാളെ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. വീഡിയോ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഞങ്ങൾ ചെറിയ ഈ ഷോർട്ട് ഫിലിമുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നിർമ്മിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും പൊതുസമൂഹം ഇപ്പോൾ എടുക്കുന്നൊരു നിലപാടുണ്ടല്ലോ, കേരളം ലഹരി വിമുക്തമാകണം എന്നുള്ളത്. അതിനൊപ്പമാണ് ഞങ്ങൾ ഏതായാലും നിശ്ചയദാർഢ്യത്തോടെ ഞങ്ങളുടെ തൊഴിലിടത്തെയും ലഹരിമുക്തമാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങളിപ്പോൾ. അത് ആത്മാർത്ഥമായി ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്, കാർക്കശ്യത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. അതോടൊപ്പം മാനുഷികമായ പരിഗണനകൾ മുമ്പിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. ഞാൻ പറഞ്ഞതിൽ നിന്നത് വ്യക്തമാണ്. അത് ഞങ്ങൾ IC റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ അതിൻ്റെ ലീഗാലിറ്റിയെ ഒട്ടും തന്നെ ഡിസ്റപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയുന്നു, പല മാധ്യമ വാർത്തകളിലും ഞാൻ കണ്ടു, ഒത്തുതീർപ്പിലായി, അതുപോലെ ഇതിനാണോ നമ്മൾ ഈ പങ്കപ്പാടെല്ലാം ഉണ്ടായത് എന്നുള്ള മറ്റുള്ള വാർത്തകളൊക്കെ ഞാൻ കണ്ടു. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകാം, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുട്ടിയോട് ചോദിക്കാവുന്നതാണ്. ഒരു തരത്തിലുള്ള ഇടപെടലും നിർമ്മാതാക്കളുടെ അസോസിയേഷനോ ഫെഫ്കയോ ആക്ടേഴ്സ് അസോസിയേഷനോ പിന്നെ വിൻസിയുടെ മുകളിൽ നടത്തിയിട്ടില്ല. ഒരു തരത്തിലുള്ള സ്വാധീനത്തിന് ശ്രമിച്ചിട്ടില്ല. അവരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു ഭയവും കൂടാതെ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം. അവർ തുറന്ന് സംസാരിച്ച് കാണുമെന്ന് ഞാൻ കരുതുന്നു. ആ റിപ്പോർട്ട് എന്തായാലും അത് നടപ്പിലാക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രതിജ്ഞാബദ്ധമാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതിനകത്ത് എന്ത് നടപടി എടുത്താലും അവരോടൊപ്പമായിരിക്കും ഫെഫ്ക. അതിനകത്തൊരു സംശയമില്ല. സാധാരണ ഏത് പരാതി വന്നാലും ഈ ശ്രീനാഥ് ബാസി, ഷൈൻ ടോം ചാക്കോ രണ്ടുപേരുമാണ് വരുന്നത്. അതിനപ്പുറത്തേക്കുള്ളവർ ഇതിനകത്തുണ്ട് എന്നൊക്കെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞത് വ്യാപകമായി ഇതിനകത്ത് അന്വേഷിച്ച് നിർത്തുകയാണോ വേണ്ടത് എന്ന്
അതിലിപ്പം പ്രത്യേകം എന്താ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അത്തരം ആളുകളുണ്ട്, അവരെ ഞങ്ങൾ കാണുന്നുണ്ട്, അത്തരം പരാതികളുണ്ട്. കാരണം ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ 1-2 പേരുടെ പേരുകളാണ് പെട്ടെന്ന് വെളിയിലേക്ക് വരുന്നത്. പക്ഷേ ഈ പേരുകൾക്ക് അപ്പുറമുള്ള പേരുകളുണ്ട്. ഇതിനകത്ത് ആക്ടേഴ്സിനെ മാത്രമല്ല ഞങ്ങൾ ബ്ലെയിം ചെയ്യുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളുണ്ട്, ഞങ്ങളുടെ അംഗങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കെതിരെ അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതിനകത്ത് കാലതാമസമില്ല കേട്ടോ, അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്ത് ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ ഫെഫ്കയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തുടർന്നും ഉണ്ടാവും. മറ്റുള്ള സംഘടനകളിലെ ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, നടപടിയെടുക്കാൻ സാധ്യമല്ലല്ലോ. പക്ഷേ ആ സംഘടനയും കൂടി അറിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഷൈനോട് സംസാരിച്ചത്. ബാക്കിയുള്ളവരോട് സംസാരിക്കാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന മുഴുവൻ ലൊക്കേഷനിലും ഞങ്ങളൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വിജിലൻസ് അവിടുത്തെ സർവൈലൻസ് കമ്മിറ്റി വളരെ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ വണ്ടികൾക്ക്, കാരവനുകൾക്ക് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മേക്കപ്പുകാർ അസിസ്റ്റൻ്റ്, കോസ്റ്റ്യൂം അസിസ്റ്റൻറ്റ് തുടങ്ങിയ എല്ലാവർക്കും കർശനമായ നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു തരത്തിലും ഇത്തരം ഓബ്ജക്ട്സ് സൂക്ഷിക്കാൻ പാടില്ല. ഈ സർവൈലൻസ് കൊണ്ട് മാത്രം ഇത് പൂർണ്ണമായിട്ടും വേറെ ഇതിനു മുമ്പും ഇത്തരം വിഷയങ്ങളുണ്ടായപ്പോൾ പോലീസ് അടക്കം സെറ്റുകളുടെ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ ഈ സിനിമാ സംഘടന ഉൾപ്പെട്ടവർ തന്നെയാണ് അതിനെ എതിർത്തത്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് ഇപ്പം ഞങ്ങൾ ആ നിലപാട് മാറ്റിയല്ലോ. ഞങ്ങളിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, താങ്കളൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഒരു റെയ്ഡ് നടന്നു 1000 Babies അല്ലേ, 1000 Babies എന്നുള്ള വെബ് സീരീസിൽ. അത് നമ്മളുടെ നജീം കോയ, ഞങ്ങളുടെ സഹപ്രവർത്തകൻ്റെ സെറ്റിലാണ് അത് ഉണ്ടായത്. ഒന്നും കിട്ടിയില്ല. അതൊരു കാൽക്കുലേറ്റഡ് മിസ്ഇൻഫർമേഷൻ്റെ മുകളിലാണ് ആ റെയ്ഡ് നടന്നത്. അതിനകത്തൊരു ഗൂഢാലോചനയുണ്ടെന്ന് അതിലെ ക്രൂ നമ്മളെ ബോധ്യപ്പെടുത്തി. അപ്പോഴാണ് ഞങ്ങൾ ആ നിലപാടെടുത്തത്. ഇപ്പോൾ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ പോലീസോ എക്സൈസോ ഒന്നും പരിശോധിക്കുന്നതിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ലൊക്കേഷൻ പരിശോധിക്കുന്നു. പക്ഷേ അവർ പരിശോധിച്ച് സംഗതികൾ കണ്ടെടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സർവൈലൻസ് കമ്മിറ്റി എഫിഷ്യൻ്റ് അല്ലാന്ന് ഞങ്ങൾ കരുതി. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അത്രയും എഫിഷ്യൻസിയോടുകൂടി ആ സർവൈലൻസ് കമ്മിറ്റി പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾ. ഒപ്പം ഞാൻ മന്ത്രി ശ്രീ MP രാജേഷുമായിട്ട് സംസാരിച്ചു. അദ്ദേഹമായിട്ട് നേരിട്ട് കാണുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കുന്ന നേതൃത്വം നൽകുന്ന ശ്രീ മനോജ് എബ്രഹാം, നമ്മളുടെ ബഹുമാനപ്പെട്ട ADGP ആയിട്ട് സംസാരിച്ചു. അദ്ദേഹമായിട്ട് 26-ാം തീയതി ഞങ്ങൾ വൈകുന്നേരം കൊച്ചിയിൽ വെച്ച് നേരിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഏകോപനം എന്തായാലും ഉണ്ട്. ഒരു ഡ്രൈവാണിത്. പിന്നെ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പോലീസും നമ്മളും ഒക്കെ പ്രവർത്തിക്കുന്നത് 100% റിസൾട്ടിന് വേണ്ടിയാണ്. പക്ഷേ ലോകത്ത് ഒന്നും അവസാനിക്കുന്നില്ല. അപ്പോൾ നമുക്കത് പ്രവർത്തിക്കാൻ മാത്രമേ. 2015 ഷൈനെ പിടിക്കുമ്പോൾ അന്ന് ഫ്ലാറ്റിൽ കൊക്കൈൻ ഉണ്ടായിരുന്നു. തെളിവുകളുടെ അഭാവത്തിൽ മാത്രമാണല്ലോ കോടതി ഇപ്പോൾ വെറുതെ ഇട്ടത്. അപ്പൊ ആ ശീലം അന്ന് മുതലേ ഉള്ള ഒരാളെ എന്തുകൊണ്ടാണ് ഈ ശീലം ഇതുവരെ ഉപേക്ഷിക്കാത്തത്? അത് പറഞ്ഞു. അല്ല, ഈ നിങ്ങൾക്കും അറിയാവുന്നതുപോലെ ഈ ശീലം ഉപേക്ഷിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളതിന് ഒറ്റ വാചകത്തിൽ മറുപടി പറയാവുന്നവർ ഇത് ഉപയോഗിക്കില്ലല്ലോ. അഡിക്റ്റ് എന്ന് പറയുന്ന ഒരു അതൊരു മാനസികാവസ്ഥയും രോഗാവസ്ഥയുമാണ്. അതൊരു ശാരീരിക അവസ്ഥയും കൂടിയാണ്. അതിന് നമുക്ക് ഒറ്റ വാചകത്തിലുള്ള മറുപടികൾ അസാധ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അവരോട് പറഞ്ഞത്, ഞങ്ങൾ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി അന്വേഷിച്ച് അതിൻ്റെ ചികിത്സാ രീതികൾ വരെ അവർക്ക് കൈമാറുകയുണ്ടായി. അതിനോട് പൂർണ്ണമായും സഹകരിക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഷൈൻ മുമ്പെങ്ങും ഇല്ലാത്ത പോലെ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എനിക്ക് ഒരു അവസരം കൂടി വേണം എന്നാണ് അദ്ദേഹം ശ്രീ സിബി മലയിലിനോടും എന്നോടും ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങൾക്ക് അയാളെ ഒരു ആക്ടർ എന്ന നിലയിൽ ബഹുമാനമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ നമ്മൾ ഒരു കുറ്റവാളിയായിട്ടല്ലല്ലോ കാണേണ്ടത്. ഒരവസരം വേണം എന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ചെയ്യാവുന്ന മനുഷ്യത്വപരമായിട്ടുള്ളൊരു നിലപാട് എന്ന് പറയുന്നത്. അതാണ് ഞങ്ങളിപ്പോൾ അദ്ദേഹത്തോട് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, അത് ഞങ്ങളുടെ ദൗർബല്യമല്ല, കാർക്കശ്യത്തിൽ ഒരു കുറവുണ്ട്.